Welcome to corporate accounting class. We are studying about the final accounts of insurance companies. In this class we are going to discuss about the revenue account, how to prepare revenue account. In the previous class also we have done one problem. In this class we are going to discuss about two problems. ഈ ക്വസ്റ്റ്യനിലെ ഓരോ ഐറ്റം വായിക്കുമ്പോഴും അതെവിടെയാണ് വരിക എന്നുള്ളത് പറയും. നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് റവന്യൂ അക്കൗണ്ട് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രധാനമായും 4 ഷെഡ്യൂൾസ് ആണുള്ളത്. റവന്യൂ അക്കൗണ്ടിൻ്റെ സർപ്ലസ് ഉണ്ട്. അപ്പോൾ പ്രീമിയം ഓൺ ഡയറക്റ്റ് ബിസിനസ്, പ്രീമിയം എന്ന് പറയുന്ന ഒരു ഷെഡ്യൂളാണ്. പ്രീമിയം ഒന്നാമത്തെ ഷെഡ്യൂളാണ് പ്രീമിയം. പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്, നമ്മൾ ഈ രണ്ട് ടെർമിനോളജി ഉണ്ട്. റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്, റീ ഇൻഷുറൻസ് സീഡഡ്. അതായത് പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് നമുക്കൊരു ഇൻകമാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് ആണത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പ്രീമിയം കിട്ടും. അപ്പോൾ പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് ഇൻകമാണ്. പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാൾക്ക് സബ് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പെൻസാണ്. അപ്പോൾ പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആഡ് ചെയ്യണം, പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഷെഡ്യൂൾ 1-ൽ പ്രീമിയം റിസീവ്ഡ് 50,60,000 ആഡ് പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് 12,20,000 ലെസ് പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്. ഇനി ക്ലെയിംസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ 4 ആണ്. ഷെഡ്യൂൾ 4 ക്ലെയിംസിൽ വരുന്ന ഐറ്റംസ് ആണ്. ക്ലെയിംസ് ബൈ ഡെത്ത് അതവിടെ വരുന്നതാണ്. ക്ലെയിംസ് ബൈ മച്യൂരിറ്റി അതും ഷെഡ്യൂൾ 4 ആണ്. ആൻവിറ്റീസ് എന്താണ്, പോളിസി ഹോൾഡേഴ്സിന് കമ്പനി എല്ലാ വർഷവും കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണെന്ത്, ആൻവിറ്റീസ്, പോളിസിയിൽ ചേർന്നതിൻ്റെ ഭാഗമായിട്ട്. ആൻവിറ്റീസ് നമ്മുടെ ഒരു ബെനഫിറ്റ്സ് ആണ്, ഷെഡ്യൂൾ 4. പിന്നെ കൺസിഡറേഷൻ ഫോർ ആൻവിറ്റീസ് ഗ്രാൻഡഡ്, കൺസിഡറേഷൻ ഫോർ ആൻവിറ്റീസ് ഗ്രാൻഡഡ് എന്ന് പറയുന്നത്, കൺസിഡറേഷൻ ഫോർ ആൻവിറ്റീസ് ഗ്രാൻഡഡ് 8,70,000 അത് അതർ ഇൻകത്തിലാണ് കാണിക്കുക. അത് അതർ ഇൻകത്തിലാണ് കാണിക്കുക. ക്ലെയിംസ് പെയ്ഡ് ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്, ക്ലെയിംസ് പെയ്ഡ് ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. അപ്പോൾ നമ്മൾ റീ ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്തവർക്ക് കൊടുത്ത ക്ലെയിമാണ്. അപ്പോൾ നമ്മുടെ ക്ലെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ക്ലെയിംസ് പെയ്ഡ് ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആഡ് ചെയ്യണം. ക്ലെയിംസ് റിസീവ്ഡ് ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇൻഷുർ ചെയ്തു, നമുക്കിവിടെ അപകടം ഉണ്ടായി, നഷ്ടം ഉണ്ടായി, അപ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് ക്ലെയിം തന്നു, മറ്റേ കമ്പനി. അപ്പോൾ നമ്മൾ ക്ലെയിമിൽ നിന്ന് മൈനസ് ചെയ്യണം. ക്ലെയിംസ് റിസീവ്ഡ് ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്ലെയിംസ് പെയ്ഡ് ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആഡ് ചെയ്യണം. ക്ലെയിംസ് റിസീവ്ഡ് ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് ലെസ് ചെയ്യണം. എന്താ കാരണം, ക്ലെയിംസ് പെയ്ഡ് നമ്മൾ കൊടുത്തതാണ്, നമ്മൾ കൊടുത്ത ക്ലെയിമിൽ നിന്ന് മറ്റേ നമ്മൾ ഇൻഷുർ ചെയ്ത റീ ഇൻഷുർ ചെയ്ത കമ്പനി തന്നതാണെന്ത്, ക്ലെയിംസ് റിസീവ്ഡ് ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്, അത് മൈനസ് ചെയ്യണം 8,70,000. ഇൻകം ടാക്സ് പെയ്ഡ് എന്നുള്ളത് നമ്മൾ റവന്യൂ അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക. ഇൻകം ടാക്സ് പെയ്ഡ് റവന്യൂ അക്കൗണ്ടിൽ. ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് അത് ഗ്രോസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, റവന്യൂ അക്കൗണ്ടിൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടാമത്തെ ഹെഡിലാണ് കാണിക്കേണ്ടത്. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ്, കമ്മീഷൻ നമ്മുടെ ഷെഡ്യൂളാണ് 2. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് അത് നമ്മൾ എടുക്കുക. കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്, കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആഡ് ചെയ്യണം. കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് മൈനസ് ചെയ്യണം. ഓക്കെ, കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആഡ് ചെയ്യണം, കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഇൻഷുറൻസിൽ കമ്മീഷൻ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ റീ ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്തു, നമ്മൾക്ക് ഒരാൾ കൊണ്ട് ബിസിനസ് തരുമ്പോൾ നമ്മൾ അവർക്ക് അങ്ങോട്ട് കമ്മീഷൻ കൊടുക്കും, അത് നമ്മുടെ എക്സ്പെൻസാണ്. നമ്മൾ വേറൊരാൾക്ക് ബിസിനസ് കൊടുക്കുന്നതാണ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്. അപ്പോൾ അവരിങ്ങോട്ട് കമ്മീഷൻ തരും, അതായത് മൈനസ് ചെയ്യണം. അപ്പോൾ കമ്മീഷൻ അതിനോടുകൂടി കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആഡ് ചെയ്യണം, കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ് മൈനസ് ചെയ്യണം. സാലറീസ് നമുക്കറിയാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഡയറക്ടേഴ്സ് ഫീസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഓഡിറ്റ് ഫീസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അതർ എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഇൻ്ററിം ബോണസ് പെയ്ഡ് അത് ബെനഫിറ്റ്സ് പെയ്ഡ് അത് നമ്മൾ റവന്യൂ അക്കൗണ്ടിലാണ് കാണിക്കുക.
പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റവന്യൂ അക്കൗണ്ടിൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഹെഡിലാണ് കാണിക്കുക. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിസി രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ടുള്ള ഫീസാണ്. അത് നമ്മൾ അതർ ഇൻകത്തിലാണ് കാണിക്കുക. ഇനി നമ്മൾ വളരെ പെട്ടെന്ന് അതിൻ്റെ ഷെഡ്യൂൾസാണ്. ഷെഡ്യൂൾ 1 പ്രീമിയം, പ്രീമിയം റിസീവ്ഡ് ആഡ് പ്രീമിയം ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ലെസ് പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ്. ഷെഡ്യൂൾ 2 കമ്മീഷൻ ആഡ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ലെസ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്. ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് സാലറീസ്, ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റ് ഫീസ്, അതർ എക്സ്പെൻസ്. ബെനിഫിറ്റ്സ് പെയ്ഡ്, ക്ലെയിംസ് ബൈ ഡെത്ത്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി, ആൻവിറ്റീസ്. അതിനോടുകൂടി എമൗണ്ട് സീഡഡ് ഓൺ റീഇൻഷുറൻസ് ലെസ് ചെയ്യുന്നു, എമൗണ്ട് സീഡഡ് ഓൺ റീഇൻഷുറൻസ് ലെസ് ചെയ്യുന്നു, എമൗണ്ട് അക്സെപ്റ്റഡ് ഓൺ റീഇൻഷുറൻസ് ആഡ് ചെയ്യും. ഇനി റവന്യൂ അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ മൊത്തം 4 ഷെഡ്യൂളാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് ഇൻകം, ആ ഒരു ഏരിയയാണ്. പ്രീമിയം ഏൺഡ് നമുക്ക് ഷെഡ്യൂൾ 1. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനകത്ത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ്, ഗ്രോസ് എമൗണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതർ ഇൻകം ആൻവിറ്റീസ്, ആൻവിറ്റീസ് നമ്മൾ ആൻവിറ്റീസ് ഗ്രാൻഡഡ് 8,70,000, രജിസ്ട്രേഷൻ ഫീസ് 13,000. ടോട്ടൽ എ കിട്ടി. ഇനിയും കമ്മീഷൻ നമ്മൾ ഷെഡ്യൂൾ 2, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ 3, ഇൻകം ടാക്സ് പെയ്ഡ് അതിവിടെയാണ് കാണിക്കുക, ഇൻകം ടാക്സ് പെയ്ഡ്. അപ്പോൾ ടോട്ടൽ ബി കിട്ടി. ഇനി ബെനിഫിറ്റ്സ് പെയ്ഡ് എന്താണ്, പിന്നെ പോളിസിയുടെ ക്ലെയിംസ് ഷെഡ്യൂൾ 4, ഇൻ്ററിം ബോണസ് പെയ്ഡ് അവിടെയാണ് കാണിക്കുക, ഇൻ്ററിം ബോണസ് പെയ്ഡ് അവിടെയാണ് കാണിക്കുക. അപ്പോൾ ടോട്ടൽ സി കിട്ടി. എ ആണ് ടോട്ടൽ ഇൻകം, അതിൽ നിന്ന് എയും എയിൽ നിന്ന് ബിയും സിയും മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സർപ്ലസ് കിട്ടും. അപ്പോൾ ഇവിടെ അപ്രോപ്രിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ഫണ്ട്. ഓക്കെ, രണ്ടാമതൊരു പ്രോബ്ലം കൂടി നോക്കാം. പിന്നെ രാജ്കോട്ട് ഇൻഷുറൻസ് ലിമിറ്റഡ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഓരോ ഐറ്റംസ് പറയാം. ക്ലെയിംസ് ബൈ ഡെത്ത് എവിടെ വരിക, ഷെഡ്യൂൾ 4, ഷെഡ്യൂൾ 4. ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി അത് എവിടെ വരിക, ഷെഡ്യൂൾ 4. സാലറീസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ 3. ഡയറക്ടേഴ്സ് ഫീസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ 3. അതർ എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ 3. പ്രീമിയം, പ്രീമിയം ഷെഡ്യൂൾ 1 എന്താണ്, പ്രീമിയം റിസീവ്ഡ് ഷെഡ്യൂൾ 1. ഇനി പ്രീമിയം ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് വന്നു. പ്രീമിയം ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആഡ് ചെയ്യണം, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ് മൈനസ് ചെയ്യണം. ഓക്കെ, പ്രീമിയത്തിനോടുകൂടി റീഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്ത് ആഡ് ചെയ്യണം, റീഇൻഷുറൻസ് സീഡഡ് മൈനസ് ചെയ്യണം. ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് അത് ആഡ് ചെയ്യണം, ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് മൈനസ് ചെയ്യണം. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ക്ലെയിംസിൻ്റെ കൂടെ ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് പിന്നെ ആഡ് ചെയ്യണം, ക്ലെയിംസ് ഓൺ റീഇൻഷുറൻസ് സീഡഡ് മൈനസ് ചെയ്യണം. ആൻവിറ്റി, ആൻവിറ്റി നമ്മളെവിടെ കാണിക്കുക, ബെനിഫിറ്റ്സിൻ്റെ കൂടെ കാണിക്കുക, ഷെഡ്യൂൾ 4 ആൻവിറ്റീസ്. ദെൻ രജിസ്ട്രേഷൻ ഫീസ് റവന്യൂ അക്കൗണ്ടിൽ അതർ ഇൻകം, കൺസിഡറേഷൻ ഫോർ ആൻവിറ്റീസ് അതും നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ അതർ ഇൻകത്തിലാണ് കാണിക്കുക, റവന്യൂ അക്കൗണ്ടിൽ അതർ ഇൻകം. ദെൻ കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് ഷെഡ്യൂൾ 2 കമ്മീഷൻ എക്സ്പെൻസസ്. ദെൻ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ്, അപ്പോൾ അതിൽ ഗ്രോസ് പിന്നെ 2,600 ലെസ് ഇൻകം ടാക്സ് 200, നെറ്റ് എമൗണ്ട് 2,400. നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് 2,600 എടുത്തിട്ട് ഇൻകം ടാക്സ് റവന്യൂ അക്കൗണ്ടിൽ ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ അവിടെ കാണിക്കണം. ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് 2,600 ഫുൾ എടുക്കുക, ഇൻകം ടാക്സ് പെയ്ഡ് എവിടെ കാണിക്കുക, ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ അവിടെ കാണിക്കുക റവന്യൂ അക്കൗണ്ടിൽ. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് കമ്മീഷൻ്റെ കൂടെ ആഡ് ചെയ്യുക, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് മൈനസ് ചെയ്യുക. ഇൻ്ററിം ബോണസ് ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ അവിടെ കാണിക്കുക, ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ അവിടെ കാണിക്കുക. ദെൻ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് 2 ഉണ്ട്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എവിടെ ആഡ് ചെയ്യണം, പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് അതും എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം, ക്ലെയിംസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 18 lakh കണ്ടിൻജൻസി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം ഇൻ 1000 ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ 18,000 എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് 3 0 കൂടി ഉണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോഴും നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ ഷെഡ്യൂൾസിലേക്ക് പോവുക. പ്രീമിയം ഷെഡ്യൂൾ 1 പ്രീമിയം റിസീവ്ഡ് ആഡ് ഔട്ട്സ്റ്റാൻഡിങ്, അതിൻ്റെ കൂടെ പ്രീമിയം ഓൺ റീഇൻഷുറൻസ് ആഡ് ചെയ്തു, പ്രീമിയം ഓൺ റീഇൻഷുറൻസ് പിന്നെ സീഡഡ് ലെസ് ചെയ്തു, നെറ്റ് എമൗണ്ട്. ഷെഡ്യൂൾ 2 കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് ആഡ് കമ്മീഷൻ ഓൺ
reinsurance accepted less commission on reinsurance ceded. Then operating expense, salaries, directors fees, other expense. Then benefits paid. അതിൽ ഇൻഷുറൻസ് ക്ലെയിംസ്, അതിൽ ക്ലെയിംസ് ബൈ ഡെത്ത് ഉണ്ട്, ആഡ് ഔട്ട്സ്റ്റാൻഡിങ്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി, ആനുവിറ്റീസ് ആൻഡ് സറണ്ടേഴ്സ്. അത് രണ്ടും എന്താണ്? സറണ്ടറും ആനുവിറ്റീസും അത് രണ്ടും എന്താണ്? ബെനഫിറ്റ്സ് പെയ്ഡിൽ വരുന്നതാണ്. എമൗണ്ട് ആക്സെപ്റ്റഡ് ഓൺ റീഇൻഷുറൻസ് ആഡ് ചെയ്യുന്നു, എമൗണ്ട് സീഡഡ് ഓൺ റീഇൻഷുറൻസ് മൈനസ് ചെയ്യുന്നു. ലാസ്റ്റ് റവന്യൂ അക്കൗണ്ട്. പ്രീമിയം ഷെഡ്യൂൾ 1, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഗ്രോസ് എമൗണ്ട് എടുത്തു. അതർ ഇൻകം, ആനുവിറ്റീസ്, കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ് 18,000, രജിസ്ട്രേഷൻ ഫീസ് 80. ദെൻ കമ്മീഷൻ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻകം ടാക്സ് പെയ്ഡ്. നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ഇൻകം ടാക്സ് പെയ്ഡ് ഇവിടെയാണ് കാണിക്കുക. അവിടെ ഫുൾ എമൗണ്ട് കാണിച്ചിട്ട് ഇൻകം ടാക്സ് ഇവിടെ കാണിക്കുന്നു. ബെനഫിറ്റ്സ് പെയ്ഡ് അത് ഫുള്ള് നമ്മൾ ഷെഡ്യൂൾ 4. ഇൻ്ററിം ബോണസ് അതും നമ്മൾ അവിടെയാണ് കാണിക്കുക. ടോട്ടൽ സി. അപ്പം എ മൈനസ് ബി മൈനസ് സി 57,880 മൈനസ് 3,260 മൈനസ് 43,420. അപ്പം നമുക്ക് സർപ്ലസ് കിട്ടും. എത്രയാണ്? 11,200. അതിൽ നിന്നും കണ്ടിൻജൻസി റിസർവിലേക്ക് 18 lakh, അപ്പം 3 0 നമ്മളവിടെ നിന്ന് മാറ്റണം. 1,800 മൈനസ് ചെയ്യുന്നു. ബാക്കി ട്രാൻസ്ഫർ ടു ഫണ്ട്. ഈ 2 കണക്കുകൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ചെയ്യാം. ഇത് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ 2-3 കണക്കുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.